ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മകനെതിരെ ED സമൻസ് അയച്ചിട്ട് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ചോദിച്ചു. തൃത്താലയിൽ നടന്ന വിശ്വാസ സംരക്ഷണ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മകനും മകളും കള്ളപ്പണ കേസിൽ പ്രതികളാണ്. വിശ്വാസം സംരക്ഷിക്കണം, ശബരിമലയിലെ സ്വത്തുക്കളും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കൈകാര്യം ചെയ്താൽ അവരെന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ മുതല് കട്ടെടുക്കുക, കൊള്ള ചെയ്യുക? അതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പൊ എന്താണ്? ശ്രീകോവിലിന്റെ വാതിൽപ്പടികളും കട്ടിലപ്പടികളും അവിടെയൊക്കെ സ്വർണം പതിച്ചായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെയൊക്കെ അവിടെ പതിച്ചോ അതൊക്കെ അടിച്ചു മാറ്റി. അവർക്ക് വിശ്വാസമില്ല. കള്ളന്മാരെ കാവലേൽപ്പിക്കുന്ന അവസ്ഥയാണ് ശബരിമലയിലും. ഇപ്പൊ ആ വിഷയം വന്നപ്പം മറ്റ് ക്ഷേത്രങ്ങളിലും ഇതേ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്, സംശയങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇവര് ഭരണമേറ്റ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര വസ്തുക്കൾ സ്വർണം ഉൾപ്പെടെ കൊള്ളയടിച്ചിരിക്കുകയാണ്. വിശ്വാസത്തെ പൂർണ്ണമായിട്ടും വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കവർന്നതിന്റെ ഉത്തരവാദിത്വം ഭരണം നടത്തുന്നവർക്കാണ്. കള്ളൻ കപ്പലിൽ തന്നെയെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അയ്യപ്പനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ കള്ളന്മാരായി എന്നും അദ്ദേഹം പരിഹസിച്ചു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയി. റിപ്പയർ ആവശ്യമെങ്കിൽ ശബരിമല വെച്ച് തന്നെ ചെയ്യാമായിരുന്നു. ബോർഡ് ഭാരവാഹികളായിരുന്നവർക്ക് വിശ്വാസമില്ലെന്നും മുഖ്യമന്ത്രിക്കും ഗോവിന്ദൻ മാഷിനും അയ്യപ്പ വിശ്വാസമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.